Hello, we are going to study the subject Sustainable Engineering. Okay, so നമ്മൾ സസ്റ്റൈനബിൾ എഞ്ചിനീയറിങ്ങിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ വാട്ട് ഈസ് മീൻ ബൈ സസ്റ്റൈനബിൾ എഞ്ചിനീയറിങ്, അതിൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. Now we are going to discuss about social, environmental and economic sustainability concept. So നമുക്കറിയാം സോഷ്യൽ, എൻവയോൺമെൻറ്റൽ, ഇക്കണോമിക് ഈ മൂന്ന് കേസിലും ഈക്വൽ ഇമ്പോർട്ടൻ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഓരോന്നും, അതായത് സോഷ്യൽ കൺസെപ്റ്റ്, എൻവയോൺമെൻറ്റൽ കൺസെപ്റ്റ്, ഇക്കണോമിക് കൺസെപ്റ്റ് ഇൻ ടേംസ് ഓഫ് സസ്റ്റൈനബിലിറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോവുകയാണ്. ഓക്കെ, സോ നമുക്ക് ആദ്യം നോക്കാം സോഷ്യൽ, എൻവയോൺമെൻറ്റൽ ആൻഡ് ഇക്കണോമിക് സസ്റ്റൈനബിലിറ്റി. ഓക്കെ, സോ ഈ ഒരു ഫിഗറിനെ പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. സോ ഇത് മൂന്നും, സോഷ്യൽ സ്റ്റെബിലിറ്റിയും എക്കണോമിക് സ്റ്റെബിലിറ്റിയും സോഷ്യൽ പ്രോഗ്രസ്സും എൻവയോൺമെൻറ്റൽ സ്റ്റെവാർഡ്ഷിപ്പും ഈക്വൽ എമൗണ്ട് എവിടെ വരുന്നു അവിടെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്, സസ്റ്റൈനബിലിറ്റി എന്ന് പറയാൻ പറ്റുന്നത്. അതുപോലെ ഇതിൽ ഏതെങ്കിലും രണ്ട് കൺസെപ്റ്റ് ഒരേപോലെ വന്ന് രണ്ട് കൺസെപ്റ്റിൻ്റെയും കോമ്പിനേഷൻസിന് നമ്മൾ ഓരോരോ പേര് പറയുന്നുണ്ട്. സോ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ഇഫ് വി ആർ അറ്റൈനിങ് economic stability as well as social progress at the same time, we can say that economy അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം, ഒരു സോഷ്യോ എക്കണോമിക് പ്രോസസ്സ് എന്ന് പറയാം. ഓക്കെ, അതേപോലെ സോഷ്യൽ പ്രോഗ്രസ്സും എൻവയോൺമെൻറ്റൽ സ്റ്റെവാർഡ്ഷിപ്പും നമ്മൾ ഒരുപോലെ അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം, സോഷ്യോ എൻവയോൺമെൻറ്റൽ കൺസെപ്റ്റ് എന്ന് പറയാം. ഓക്കെ, അതേപോലെ എക്കണോമിക് സ്റ്റെബിലിറ്റിയും എൻവയോൺമെൻറ്റൽ സ്റ്റെവാർഡ്ഷിപ്പും ഒരേപോലെ അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, ഇക്കോ എൻവയോൺമെൻറ്റൽ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇക്കോ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. ഇനി ഇത് മുഴുവനും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമുക്കിനി ഇതിൽ ഓരോന്നും ഇൻഡിവിജ്വലി നോക്കാം. സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. ഓക്കെ, സോ സോഷ്യൽ സസ്റ്റൈനബിലിറ്റിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ഹാവിങ് 6 പ്രിൻസിപ്പിൾസ്. ഒരു 6 സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസിൻ്റെ ബേസിലാണ് നമ്മൾ സോഷ്യൽ സസ്റ്റൈനബിലിറ്റിയുടെ കാര്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ആർ ദേ. ഫസ്റ്റ് വൺ ഈസ് മെയിൻറ്റെയിൻ റെസിഡൻസ് ക്വാളിറ്റി ഓഫ് ലൈഫ്. സോ എന്താണ് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് മീൻ ചെയ്യുന്നത്? അതായത് റെസിഡൻസ്, അതായത് ആ ഒരു സൊസൈറ്റിയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ആ സൊസൈറ്റിയിൽ റിസൈഡ് ചെയ്യുന്ന ആൾക്കാരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻകം, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഹൗസിംഗ്, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ലീഗൽ റൈറ്റ്സ്. സോ ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു സൊസൈറ്റി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സൊസൈറ്റിയിലുള്ള ആൾക്കാരുടെ ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, വി ക്യാൻ അച്ചീവ് സോഷ്യൽ സ്റ്റെബിലിറ്റി. ഓക്കെ, ഇനിയും ഉണ്ട് പ്രിൻസിപ്പിൾസ്. ഓക്കെ, എൻഹാൻസ് ദ ലോക്കൽ എക്കണോമിക് വൈറ്റാലിറ്റി. ഓക്കെ, സോ അതിൻ്റെ മീനിങ് എന്താണ്? ഇറ്റ് മീൻസ് എ വയബിൾ ലോക്കൽ എക്കണോമി ഈസ് എസെൻഷ്യൽ ടു സസ്റ്റൈനബിലിറ്റി. ഓക്കെ, സോ ഇതിൻ്റെ മീനിങ് എന്താണ്? അപ്പോൾ ആ ഒരു സൊസൈറ്റിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ്, സഫിഷ്യൻ്റ് ആയിട്ടുള്ള ടാക്സ് ബേസ്, റവന്യൂ സപ്പോർട്ട് ഫ്രം ഗവൺമെൻറ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇതും സോഷ്യൽ സസ്റ്റൈനബിലിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നെക്സ്റ്റ് പ്രിൻസിപ്പിളാണ് പ്രൊമോട്ട് സോഷ്യൽ ആൻഡ് ഇൻ്റർ ജനറേഷണൽ ഇക്വിറ്റി. ഓക്കെ, സോഷ്യൽ ആൻഡ് ഇൻ്റർ ജനറേഷണൽ ഇക്വിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ നമുക്ക് ഒരു ഡെഫിനിഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഈ സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റീസ് റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആർ അവൈലബിൾ ടു എവ്രി വൺ. ഓക്കെ, സോ നമ്മുടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റി, ഓക്കെ, അതാണല്ലോ നമ്മുടെ എയിം. സോ അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ
ഒരാളുടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ റിഗാർഡ്ലെസ് അവരുടെ എത്നിസിറ്റി, ഏജ്, ജെൻഡർ, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, റിലീജിയൻ, അതർ ക്യാരക്ടറിസ്റ്റിക്സ്, സോ ഇതിനെ ഒന്നും കൺസിഡർ ചെയ്യാതെ ജനറൽ ഇക്വിറ്റി പ്രൊവൈഡ് ചെയ്യണം. ഇൻ്റർ ജനറേഷണൽ ഇക്വാലിറ്റി, ഹ്യൂമൻസിനിടയിൽ ഒരു ഇക്വാലിറ്റി ഉണ്ടാവും. യാതൊരു തരത്തിലുള്ള വിവേചനവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, next and the most important thing is മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് എൻവയോൺമെൻറ്റ്. സോ സസ്റ്റൈനബിലിറ്റി എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നത് തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റിനകത്ത് ഒരുപാട് ഡാമേജ് ഉണ്ടാകാൻ തുടങ്ങിയതുകൊണ്ടാണ്. സോ അപ്പോൾ നമ്മൾ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എൻവയോൺമെൻറ്റിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റ്, എയർ, ഓഷ്യൻ, ഫ്രഷ് വാട്ടർ, അതെല്ലാം നമ്മൾ നല്ല രീതിയിൽ തന്നെ നിലനിർത്തി പോരണം. അതായത് നമ്മളുടെ ഡെവലപ്മെൻറ്റിനോടൊപ്പം തന്നെ നേച്ചറിനെ കൂടി പരിപാലിച്ച് പോകണം. ഓക്കെ, സോ ഫിഫ്ത്ത് പ്രിൻസിപ്പിളാണ് ഇൻകോർപ്പറേറ്റ് ഡിസാസ്റ്റർ റിസൈലൻസ് ആൻഡ് മിറ്റിഗേഷൻ ഇൻ ടു ഇറ്റ്സ് ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ്. ഓക്കെ, സോ നമുക്ക് എന്താണ് നമ്മുടെ ഈ ഒരു എൻവയോൺമെൻറ്റിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരുപാട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. ലൈക്ക് ടൊർണാഡോസ്, ഹറിക്കെയിൻസ്, എർത്ത്ക്വേക്സ്, ഫ്ലഡ്സ്. സോ ഫ്ലഡൊക്കെ നമ്മളിപ്പോൾ ഒരുപാട് കേട്ട കാര്യമാണ് അല്ലേ? ഡ്രോട്ട്, വരൾച്ച. ഒരു സമയത്ത് നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടാവും, മറ്റൊരു സമയത്ത് നമുക്ക് എന്താണ് വരൾച്ച ഉണ്ട്. സോ ഇതൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഡിസാസ്റ്റേഴ്സാണ്. സോ അതിനെല്ലാം നല്ല രീതിയിലുള്ള ആ ഒരു സമയത്ത് അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഒഴിവാക്കിയത്. പക്ഷേ ഒഴിവാക്കാൻ പറ്റാത്ത ഡിസാസ്റ്റേഴ്സിൻ്റെ കേസിൽ ഒരു പ്രോപ്പറായിട്ടുള്ള എല്ലാം നേരിടാനുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു അപ്രോച്ച് നമുക്ക് വേണം. ഓക്കെ, സോ അതുകൊണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി എന്ത് ചെയ്യാൻ പറ്റൂ? അറ്റൈൻ ചെയ്യാൻ പറ്റും. ആൻഡ് ദ ലാസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് യൂസ് എ കോൺസെൻസസ് ബിൽഡിംഗ് പാർട്ടിസിപ്പേറ്ററി പ്രോസസ് വെൻ മേക്കിംഗ് ഡിസിഷൻസ്. ഓക്കെ, സോ നമ്മുടെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസും കാര്യങ്ങളും നമ്മുടെ എൻവയോൺമെൻറ്റിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ബാക്കിയുള്ള എല്ലാ സെക്ടറിലുള്ള ആൾക്കാരുടെ പാർട്ടിസിപ്പേഷനോട് കൂടി നല്ല ഡിസിഷൻ എടുത്ത് നമ്മുടെ എന്ത് ചെയ്യണം? സോഷ്യൽ സസ്റ്റൈനബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. Okay, so these are the 6 principles of social sustainability. Okay, നമുക്ക് ഇനി നെക്സ്റ്റ് സസ്റ്റൈനബിലിറ്റിയിലേക്ക് പോകാം. എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. ഓക്കെ, സോ അതിനു മുന്നേ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സർട്ടൻ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ റിക്വയർമെൻറ്റ്സ് എന്ന്. ഫസ്റ്റ് വൺ ഈസ് മെയിൻ്റനൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്കോസിസ്റ്റംസ്, അതിനുള്ള ഡിഫറെൻറ്റ് സ്പീഷീസ്, ജീൻസ്, അതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് ആണ്. ഓക്കെ, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് നാച്ചുറൽ ക്യാപിറ്റൽ. സോ എന്താണ് നമ്മുടെ നാച്ചുറൽ ക്യാപിറ്റൽസ്? ഇറ്റ് ഈസ് ഫ്രഷ് എയർ, ഫ്രഷ് വാട്ടർ, ക്ലീൻ വാട്ടർ, സോയിൽ, എക്സെട്ര. ഓക്കെ, സോ തേർഡ് വൺ ഈസ് മെയിൻ്റനൻസ് ഓഫ് ദ എനർജി ആൻഡ് മെറ്റീരിയൽ സൈക്കിൾസ് ഓഫ് ദ പ്ലാനറ്റ്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു പ്ലാനറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെയും എനർജിയെ നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഹെൽത്ത് ആൻഡ് റീസൈലൻസ് ഓഫ് ഓൾ ലൈഫ് സപ്പോർട്ട് സിസ്റ്റംസ്. നമ്മൾ ലൈഫ് സപ്പോർട്ടിങ് സിസ്റ്റംസിനെ ഹെൽത്തും റീസൈലൻസും അതിനെല്ലാം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് പോകണം. ഓക്കെ, സോ ദീസ് ആർ ദ റിക്വയർമെൻറ്റ്സ് ഫോർ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. Okay, so this environmental sustainability can be achieved by set of principles. First one is reduce dependence upon infinite virgin resources. അതായത് നമ്മുടെ പ്രകൃതിയിലുള്ള വെർജിൻ എന്ന് പറഞ്ഞാൽ പ്യുവറായിട്ടുള്ള കുറേ റിസോഴ്സസ് ഉണ്ട്. നമ്മളുടെ ധാരണ അത് ഇൻഫൈനൈറ്റ് ആണ് എന്നുള്ള രീതിയിലാണ്. അതുപോലെ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രകൃതിയെ നമ്മൾ മാക്സിമം ചൂഷണം ചെയ്യുന്നുണ്ട്. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് ഫൈനൈറ്റ്. അങ്ങനെയുള്ള എന്തൊക്കെ റിസോഴ്സസ് ആണ് നമുക്ക് അറിയാൻ പറ്റുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് ഫോസിൽ ഫ്യൂവൽസ്, മിനറൽസ്, മെറ്റൽസ്. സോ ഇതെല്ലാം ഫൈനൈറ്റ്. കുറച്ച് നാൾ അതിനെ നല്ല രീതിയിൽ മൈനിങ്ങും ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഫ്യൂച്ചർ യൂസിന് നമുക്കത് കാണത്തില്ല. സോ അപ്പോൾ അതിനെ
ഇങ്ങനെയുള്ള വെർജിൻ റിസോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി നമ്മൾ റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് പോയിൻ്റ് ആണ് നേച്ചർ മസ്റ്റ് നോട്ട് ബി subjected to increased concentrations of substances produced by the society. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ഒരുപാട് ഇപ്പോൾ നേച്ചർ നമുക്ക് കുറേ കാര്യങ്ങൾ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ റിസോഴ്സസിനെ യൂസ് ചെയ്തുകൊണ്ട് ഹ്യൂമൻ ബീയിങ്, സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഹ്യൂമൻ ബീയിങ്സ് എക്കണോമിക് ഡെവലപ്മെൻ്റ് ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ പ്ലാസ്റ്റിക് അല്ലേ, ആ ഒരു സാധനം നമ്മുടെ എൻവയോൺമെൻറ്റിന് എന്താണ് ദോഷമാണ്. അപ്പോൾ അതിൻ്റെ ബയോഡിഗ്രേഡബിലിറ്റിയെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. ഓക്കെ, സോ നമുക്ക് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. കാരണം സൊസൈറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ ബയോഡിഗ്രേഡബിലിറ്റി അത് നമ്മുടെ എൻവയോൺമെൻറ്റിന് നല്ലതാണോ എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ നമുക്ക് വേണം. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ് ഈസ് the physical basis for the productivity and biodiversity of nature must not systematically degraded. അത് തന്നെ നമ്മൾ സിസ്റ്റമാറ്റിക്കലി നമ്മളുടെ സൊസൈറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഡിഗ്രേഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ നമ്മൾ ഭൂമിയുടെ അവകാശികൾ നമ്മൾ മാത്രമല്ല, ഓരോ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഹാബിറ്റാറ്റ്സ് ആണ് നമ്മുടെ ഇതിലുള്ളത്. മനുഷ്യർക്ക് മാത്രമല്ല പല ജീവികൾക്കുമുള്ള ഹാബിറ്റാറ്റ്. അപ്പോൾ നമ്മൾ ഈ ബയോഡിഗ്രേഡബിൾ അല്ലാത്ത സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടേതും നശിക്കുന്നുണ്ട്, അതേപോലെ തന്നെ മറ്റുള്ള ജീവജാലങ്ങളുടെയും ഹാബിറ്റാറ്റ് നശിക്കുന്നുണ്ട്. സോ അതിനെപ്പറ്റി നമ്മൾ കൺസേൺഡ് ആയിരിക്കണം. അതുപോലെ there must be efficient use and fair distribution of resources to enable humans to meet their needs. Okay, so നമ്മളുടെ ഭൂമിയിലെ റിസോഴ്സസ്, നമ്മുടെ എൻവയോൺമെൻറ്റ് തരുന്ന റിസോഴ്സസ്, നമ്മൾ ഈ എൻവയോൺമെൻറ്റൽ ഇക്വിറ്റി നമ്മൾ പറഞ്ഞു. സോ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനും ആ റിസോഴ്സ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് എന്ന് പറയുന്നത് ഈക്വലാണ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഫെയർ യൂസേജും ഫെയർ ഡിസ്ട്രിബ്യൂഷനും നമ്മളുടെ എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യണം. കാരണം ഇതെല്ലാം ഫൈനൈറ്റ് റിസോഴ്സസ് ആണ്. സോ എഫിഷ്യൻ്റായിട്ടും ഫെയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേപോലെ തന്നെ ആ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, സോ നമ്മുടെ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യാനുള്ള ഒരു 4 പ്രിൻസിപ്പിൾസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ നമ്മൾ ഇനി പറയാൻ പോകുന്നത് എക്കണോമിക് ആണ്. സോ നമ്മൾ സൊസൈറ്റിയുടെ കാര്യം പറഞ്ഞു, എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിയുടെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എക്കണോമിക് സസ്റ്റൈനബിലിറ്റിയെ പറ്റിയാണ് അല്ലേ. സോ ഇതിനകത്തൊരു ഫിഗർ കാണുന്നില്ലേ? സോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? സോ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു നമ്മുടെ കറണ്ട് സിറ്റുവേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഇമേജ് ആണ്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ, ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? ഇപ്പോൾ ഇങ്ങനൊരു ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള റീസൺ എന്താണ്? നമുക്ക് കോവിഡ്-19 ആ ഒരു വ്യാപനം കാരണം നമുക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ കീപ്പ് ചെയ്യേണ്ടി വരുന്നു. അപ്പം എന്താണ്, നമ്മളിപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതുപോലെ തന്നെ നമ്മുടെ എക്കണോമിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ എക്കണോമി ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ്, എക്കണോമി ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അവിടെയാണ് ഈ ഒരു ഇതിൻ്റെ റെലവൻസ് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? The economic sustainability ensures that the industry or business is making profit without creating much damage to environment or ecology. അപ്പോൾ എന്താണ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി? എൻവയോൺമെൻറ്റിനോ അല്ലെങ്കിൽ ഇക്കോളജിക്കോ ഒരുപാട് ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതെ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. സോ ഇപ്പോൾ നമ്മൾ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി, ഓക്കെ, സോ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി മീൻസ് എക്കണോമിക് ഗ്രോത്ത്. ഓക്കെ, സോ എക്കണോമിക് ഗ്രോത്ത് നമ്മൾ എന്തിൻ്റെ ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഇൻ ടേംസ് ഓഫ് GDP. സോ എന്താണ് GDP? ഇറ്റ് ഈസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ ആണെങ്കിലും ഒരുപാട് കേട്ടിട്ടുള്ളൊരു ടേമാണ് ഈ GDP എന്ന് പറയുന്നത്. സോ എന്താണ് GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ടോട്ടൽ എമൗണ്ട് ഓഫ് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ നേഷൻ വിത്തിൻ 1 hour. ഓക്കെ,
നമ്മൾ എല്ലാ രാജ്യങ്ങളും അവരുടേതായ പ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ട്. സോ ഒരു നേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട് പറയാം. ഒരു വർഷം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. സർവീസസ് എല്ലാം ഗുഡ്സ് ആണ് അല്ലേ? സോ അതിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? GDP. അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത്? നമ്മുടെ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. ഓക്കെ. സോ നമ്മുടെ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി ഡെവലപ്പ് ചെയ്യണം, നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് വേണം? നമുക്ക് നല്ലൊരു GDP വേണം അല്ലേ? ഓക്കെ. സോ എക്കണോമിക് ഗ്രോത്ത് ഹാസ് ടു ബി സസ്റ്റൈനബിൾ. അപ്പോൾ നമുക്ക് പറയാം നിർബന്ധമാണ് ഈ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി നമ്മുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. കാരണം എന്താണ്? ഇറ്റ് ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യൻ്റെ ലൈഫിൻ്റെ ക്വാളിറ്റി തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് നിർബന്ധമാണ്. ഓക്കെ. നമ്മൾ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമ്മളുടെ ഭൂമിയിലുള്ള കൺട്രീസിനെ രണ്ടിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡെവലപ്ഡ് കൺട്രി ആൻഡ് ഡെവലപ്പിംഗ് കൺട്രി. നമ്മുടെ രാജ്യം ഏതാണ്? ഡെവലപ്ഡ് ആണോ ഡെവലപ്പിംഗ് ആണോ? ഒബ്വിയസ്ലി ഇറ്റ് ഈസ് എ ഡെവലപ്പിംഗ് കൺട്രി. ഓക്കെ. അപ്പോൾ നമ്മൾ എൻവയോൺമെൻറ്റിലുള്ള റിസോഴ്സിൻ്റെ കൺസപ്ഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ എൻവയോൺമെൻറ്റിലെ റിസോഴ്സസിൻ്റെ കൺസപ്ഷൻ ഓരോ രാജ്യത്തെയും പോപ്പുലേഷനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ. സോ നമ്മളുടെ റിസോഴ്സസിൻ്റെയും പോപ്പുലേഷൻ്റെയും ബേസിസിൽ എൻവയോൺമെൻറ്റൽ നമ്മുടെ സസ്റ്റൈനബിലിറ്റി ഡെവലപ്പിംഗ് കൺട്രിയിലും ഡെവലപ്ഡ് കൺട്രിയിലും എങ്ങനെയായിരിക്കും എന്നാണ് ഈ ടേബിൾ കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ റിസോഴ്സ് കൺസപ്ഷൻ എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഡെവലപ്ഡ് കൺട്രീസിൻ്റെ കേസിൽ റിസോഴ്സ് കൺസപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നോൺ സസ്റ്റൈനബിൾ. വെയറാസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രി ഇറ്റ് ഈസ് സസ്റ്റൈനബിൾ. ഇഫ് യു കൺസിഡർ the population, it is sustainable in developed country, whereas it is not sustainable in the developing country. Okay. Okay. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലി സോഷ്യൽ സസ്റ്റൈനബിലിറ്റിയെ പറ്റിയും എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിയെ പറ്റിയും എക്കോണമിക് സസ്റ്റൈനബിലിറ്റിയെ പറ്റിയെല്ലാം ഡിസ്കസ് ചെയ്തു. ഇനി ഇതിൻ്റെ എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ മെട്രിക്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. സോ അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫും അതിനെ അഫക്റ്റ് ചെയ്യുന്ന എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെ പറ്റിയാണ്. ഇനി ആ ഇഷ്യൂസിനെല്ലാം നമ്മൾ എന്തായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു? രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നു. ഒന്ന് അൺസസ്റ്റൈനബിൾ ആൻഡ് ദ അതർ ഈസ് സസ്റ്റൈനബിൾ. ഓക്കെ. സോ നമുക്ക് ഓരോരോ ക്വാളിറ്റി കൺസേൺ നോക്കാം. ഓക്കെ. സോ ഇഫ് യു കൺസിഡർ ദ വാട്ടർ. ഓക്കെ. സോ വാട്ടറിനെ റിലേറ്റ് ചെയ്ത് വരുന്ന എക്കണോമിക് ഇഷ്യൂസ് സസ്റ്റൈനബിൾ ആസ് വെൽ ആസ് അൺസസ്റ്റൈനബിൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള എക്കണോമിക് ഇഷ്യൂ റിലേറ്റഡ് ടു വാട്ടർ എന്ന് പറയുന്നത് ഹൈ കോസ്റ്റ് ഓഫ് ഡ്രിങ്കിങ് വാട്ടറാണ്. വെയറാസ് സസ്റ്റൈനബിൾ ഇഷ്യൂ എന്ന് പറയുന്നത് ഡ്രിങ്കിങ് വാട്ടർ അവൈലബിലിറ്റി അറ്റ് ലോ കോസ്റ്റ്. ഇനി വാട്ടറിനെ റിലേറ്റ് ചെയ്ത് വരുന്നത് സോഷ്യൽ ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ ഇഷ്യൂവിൽ അൺസസ്റ്റൈനബിൾ ആയിട്ട് വരുന്നത് ആക്സസ് ടു ഡ്രിങ്കിങ് വാട്ടർ ഡിനൈ ടു വീക്കർ സെക്ഷൻ. ഓക്കെ. സോ ശരിയാണ്, ഇന്ത്യയിലെ പല രാജ്യങ്ങളിലും എന്താണ് പൂവറായിട്ടുള്ള പീപ്പിൾസിന് വെള്ളം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ? അതേപോലെ തന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂ എന്ന് വെച്ചാൽ ആഡിക്വേറ്റ് വാട്ടർ സപ്ലൈ. ഇങ്ങനെ അല്ലാത്ത കേസിൽ തന്നെയും എല്ലാവർക്കും ഒരേപോലെ വെള്ളം കിട്ടുന്നില്ല. ഓക്കെ. ഇനി വാട്ടറിൻ്റെ കേസിൽ വരുന്ന എൻവയോൺമെൻറ്റൽ ഇഷ്യൂ എന്താണ്? അൺസസ്റ്റൈനബിളിൻ്റെ കേസിൽ ഹൈ ലെവൽ ഓഫ് പൊല്യൂഷൻ, അതായത് വാട്ടർ പൊല്യൂഷൻ, ലേക്സിലും റിവേഴ്സിലും ഒക്കെയുള്ള പൊല്യൂഷൻ. ഇനി സസ്റ്റൈനബിൾ ആയിട്ടുള്ള എന്താണ്? കൺസർവേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഫ്രഷ് വാട്ടർ ബോഡീസ്. ഓക്കെ. സോ ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞത് വാട്ടറിനെ റിലേറ്റ് ചെയ്ത് വരുന്ന അൺസസ്റ്റൈനബിൾ ആൻഡ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള എക്കണോമിക് ഇഷ്യൂസ്, സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ആണ്. ഇതേപോലെ എന്തിൻ്റെ കേസിലും വരുന്നുണ്ട്? ഇൻ കേസ് ഓഫ് ഫുഡ് ആൻഡ് എനർജി. ഓക്കെ. സോ എന്തൊക്കെയാണ്? ഫുഡിൻ്റെ കേസിൽ എക്കണോമിക് ഇഷ്യൂസ് വരുന്നത് ഹൈ കോസ്റ്റ് ഓഫ് ഫുഡ് ആൻഡ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഷൻസ് അല്ലേ? കെമിക്കൽസ് ചേർന്ന പച്ചക്കറികളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഉള്ളത്. സോ അങ്ങനെ ഇതിൻ്റെ ഫുഡിൻ്റെ കേസിലും ഇങ്ങനെ ഓരോരോ എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ. സോ അതേപോലെ എനർജിയുടെ കേസിലും ഉണ്ട് അല്ലേ? സോ എനർജിയുടെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മളുടെ എർത്തിൽ നിന്ന് കിട്ടുന്ന ഒരു റിസോഴ്സാണ്. നമ്മളുടെയൊക്കെ ധാരണ അത് ഇൻഫൈനൈറ്റ് ആണെന്ന്. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ്
ഫൈനൈറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അപ്രോപ്രിയേറ്റ് യൂസ്, ആഡിക്വേറ്റ് യൂസ്, ഓക്കെ, എനർജിയുടെയൊക്കെ നമുക്ക് എത്ര ആവശ്യമാണോ അത്ര ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യമാണ്. ഓക്കെ, സോ ദ കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വാസ് റിസീവ്ഡ് മച്ച് റെക്കഗ്നിഷൻ ആഫ്റ്റർ ദ സ്റ്റോക്ക്ഹോം ഡിക്ലറേഷൻ. 1972 നടന്ന സ്റ്റോക്ക്ഹോം ഡിക്ലറേഷന് ശേഷമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ പറ്റി കൂടുതലായിട്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. ഓക്കെ, സോ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന്, സസ്റ്റൈനബിലിറ്റിക്ക് ബേസിക്കായിട്ട് 3 കാര്യങ്ങളാണുള്ളത്. അതേപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് എന്താണ് ബേസിക്കായിട്ട് 3 പില്ലേഴ്സ് ആണുള്ളത്, അല്ലേ? എന്തൊക്കെയാണ്? സോഷ്യൽ, എൻവയോൺമെൻറ്റ് ആൻഡ് ഇക്കോണമി. ഓക്കെ, so let's see what are the features of sustainable development. First one is satisfying human needs, as we all know, and favoring a good quality of life through decent standards of living. Okay, good quality of living. ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും അവൻ്റെ അവകാശമാണ് ഒരു ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്, അല്ലേ? Then sharing resources between rich and poor. Correct. Social equality. Acting with concern for future generations. Yeah. Looking at the cradle to grave impact when consuming. അല്ലേ? സോ നമ്മൾ എന്തെങ്കിലും എർത്തിൻ്റെ റിസോഴ്സസ് യൂസ് ചെയ്യുമ്പം അത് നല്ല രീതിയിൽ ആലോചിച്ച് വേണം യൂസ് ചെയ്യാൻ. നമ്മുടെ വരും തലമുറയ്ക്ക് കൂടെ വേണ്ടി ഉള്ളൊരു സാധനമാണ്. ഓക്കെ, സോ ആ ഫ്യൂച്ചറിൽ അതിൻ്റെ സ്കേഴ്സിറ്റി ഉണ്ടാകാനിട വരരുത്. And last one is minimizing resources use, waste and pollution. Okay, then നമ്മുടെ സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യണമെങ്കിൽ റിസോഴ്സിൻ്റെ യൂസ് കുറയ്ക്കണം, അതുപോലെ പൊല്യൂഷൻ കുറയ്ക്കണം, വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉണ്ടാകും. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ടു ബി സസ്റ്റൈൻഡ് ആൻഡ് വാട്ട് ഈസ് ടു ബി ഡെവലപ്ഡ്. Okay, so we know that what are the things to be sustained. It is, in case of nature, earth, biodiversity and ecosystems are to be sustained. In case of life support, resources and environment are to be sustained. Whereas in case of community, cultures and places are to be sustained. So what is to be developed? People, child survival, life expectancy, എഡ്യൂക്കേഷൻ, ഇക്വിറ്റി, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് എക്കണോമി. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഇക്കോണമി. ഓക്കെ, സോ ദെൻ സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർലി പ്ലേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവണം. ഓക്കെ, നല്ല റിലീജിയസ് എൻവയോൺമെൻറ്റ് ഉണ്ടാവും. ഓക്കെ, സോ ദീസ് ആർ ദ തിങ്സ് ടു ബി സസ്റ്റൈൻഡ് ആൻഡ് ടു ബി ഡെവലപ്ഡ്. So let's see what are the measures of sustainable development. First one is technology. So നമ്മൾ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ലോകം പിടിച്ചു നിൽക്കുന്നത്, അല്ലേ? സോ ആ ടെക്നോളജി എങ്ങനെയൊക്കെ ആയിരിക്കണം? ഇക്കോ ഫ്രണ്ട്ലി, കോസ്റ്റ് എഫക്റ്റീവ്, റിസോഴ്സ് എഫിഷ്യൻറ്റ് ആൻഡ് കൾച്ചറലി സ്യൂട്ടബിൾ. സോ അങ്ങനെയുള്ള ടെക്നോളജി വേണം നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ. ദെൻ ഇത് നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമാണ് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ അപ്രോച്ച്, അല്ലേ? അപ്പോൾ നമ്മൾ ബയോഡിഗ്രേഡബിൾ ആയിട്ട്, ഫോർ എക്സാമ്പിൾ പ്ലാസ്റ്റിക്കിൻ്റെ കേസിൽ ഒന്നെങ്കിൽ ഉപയോഗം കുറയ്ക്കുക, അല്ലെങ്കിൽ റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുക. ആ ഒരു അപ്രോച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരിക. ദെൻ പ്രൊമോട്ടിങ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ്. സോ ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. പലർക്കും ഇതിനെപ്പറ്റി അവെയർ അല്ല, ഞാൻ എന്തിന് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് വേണം? ഒരു അവെയർനെസ് കൊടുക്കണം. ദെൻ റിസോഴ്സ് യൂട്ടിലൈസേഷൻ പെർ ക്യാരിയിങ് കപ്പാസിറ്റി. സോ നമ്മൾ യൂസ് ചെയ്യുന്ന റിസോഴ്സ് യൂട്ടിലൈസേഷന് കപ്പാസിറ്റി ഓരോരുത്തർക്കും ഓരോരോ അളവ് നിശ്ചയിക്കുക. അതായത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അളവ് നിശ്ചയിക്കുക. ദെൻ ഇംപ്രൂവിങ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻക്ലൂഡിങ് സോഷ്യൽ, കൾച്ചറൽ ആൻഡ് ഇക്കോണമിക് ഡയമെൻഷൻസ്. സോ ദീസ് ആർ ദ മെഷേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ അപ്രോച്ച് എന്താണെന്നും കൂടി ഒന്ന് നോക്കാം. സോ ഏറ്റവും ഫേവേർഡ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ അങ്ങനെയുള്ള
സാധനങ്ങൾ ഇപ്പോൾ എന്താണ് ബയോഡിഗ്രേഡബിൾ അല്ലാത്ത സാധനങ്ങൾ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതിനെ അങ്ങ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. തീരെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ നോക്കുക. ഇനി കുറയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ നോക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, റീസൈക്കിൾ. ഏറ്റവും താഴത്തെ ലീസ്റ്റ് ഫേവേർഡ് ആയിട്ടുള്ള ഓപ്ഷനാണ് ഡിസ്പോസൽ. സോ ഈ ഒരു സൈക്കിൾ ഓർത്തിരിക്കുക. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് social, environmental and economic sustainability and sustainable development. So thank you.